നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഏതൊരു സിറ്റിയിലായിക്കോട്ടെ, ഏതൊരു രാജ്യത്തായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നല്ല ഒരു ഡെവലപ്പറിൻ്റെ കൂടെ അത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ്. നമുക്ക് ഓരോ രാജ്യത്തും വ്യത്യസ്തമായിട്ടുള്ള വിവിധ തരത്തിലുള്ള ഡെവലപ്പേഴ്സ് ഉണ്ടാവും, പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ട്രാക്ക് റെക്കോർഡുള്ള ഡെവലപ്പേഴ്സ് ഉണ്ടാവും. ചില രാജ്യത്തൊക്കെ ചില പ്രത്യേക ഡെവലപ്പേഴ്സിന് നല്ലൊരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടാവും. അത്തരത്തിലുള്ള ഡെവലപ്പേഴ്സ് ആരാണെന്ന് പഠിച്ചതിന് ശേഷം അവരുടെ തന്നെ നല്ല പ്രൊജക്റ്റുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ അത് നിങ്ങൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ അവരുടെ നല്ല പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ തന്നെ സ്പെഷ്യൽ പ്രൊജക്റ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രത്യേകിച്ച് പിന്നെ CBUം അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ വാട്ടർ ഫ്രണ്ടേജ് വ്യൂ ഒക്കെ ഉള്ള പ്രൊജക്റ്റുകളാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അതിനും ഒരു സ്പെഷ്യൽ ഗുണം അപ്രിസിയേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഡെവലപ്പറെ നിങ്ങൾ ചൂസ് ചെയ്യണം, അതുപോലെ തന്നെ സ്പെഷ്യൽ പ്രൊജക്റ്റുകളായിരിക്കണം. അപ്പോൾ അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു ഡെവലപ്പർ ആയിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അതിലൂടെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റായി മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.